ആക്വസ് ലിമിറ്റഡിന്റെ IPO ഡിസംബർ 3-ന് ആരംഭിച്ച് 5-ാം തീയതി അവസാനിക്കും. പ്രധാനമായും വിമാന നിർമ്മാണ കമ്പനികൾക്ക് ആവശ്യമായ പ്രിസിഷൻ കമ്പോണന്റ്സ് നിർമ്മിച്ച് വിതരണം നടത്തിവരുന്ന കമ്പനിയാണിത്. വിശദീകരിച്ച് പറഞ്ഞാൽ എഞ്ചിൻ സിസ്റ്റംസ്, ലാൻഡിംഗ് സിസ്റ്റം, കാർഗോ ആൻഡ് ഇന്റീരിയേഴ്സ്, സ്ട്രക്ചർ ആൻഡ് അസംബിൾസിന് വേണ്ട പാർട്സ് ആണ് നിർമ്മിക്കുന്നത്. കൂടാതെ ടോയ്സ്, ഡോൾസ്, കിച്ചൺ പാൻസ് എന്നിവ നിർമ്മിച്ച് വിൽക്കുന്ന യൂണിറ്റും കമ്പനിക്ക് ഉണ്ട് എന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഡേറ്റയിൽ പറയുന്നു. വിമാന നിർമ്മാണ കമ്പനിയായ എയർബസുമായി കമ്പനിക്ക് 15 വർഷത്തെ ബന്ധമുണ്ട്. കൂടാതെ ബോയിങ്, സഫ്രാൻ കമ്പനികളും കമ്പനിയുടെ ക്ലയന്റ് ലിസ്റ്റിലുണ്ട്. ആസ് യൂഷ്വൽ കമ്പനി 11% റവന്യൂ മാത്രമേ ഇന്ത്യയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. USA, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 49% റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുമായി കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിലെ റിസ്ക് ഫാക്ടർ കമ്പനി തന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് ടാക്സ് പോളിസിയിലെ ഇഷ്യൂസ് അഫക്ട് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ കമ്പനി കൺസ്യൂമർ സെഗ്മെന്റിലും സാന്നിധ്യമുണ്ടെന്ന്. 14% റവന്യൂ മാത്രമാണ് കൺസ്യൂമർ സെഗ്മെന്റിൽ നിന്നും. മേജർ റവന്യൂ അതായത് ഏകദേശം 86% റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് എയറോസ്പേസ് സെഗ്മെന്റിൽ നിന്നുമാണ്. ഫിനാൻഷ്യൽസിൽ കമ്പനി നഷ്ടത്തിലാണ്. 24-25 വർഷം 3% റവന്യൂ കുറയുകയാണ് ചെയ്തത്. ടൈംസ് ലിമിറ്റഡ് ആയത് ഒരു കാരണമാകാം. 2025-ൽ 102 കോടിയാണ് കമ്പനി നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യണേ.